കേരള സർവകലാശാലയിലെ അധികാര തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സമവായ നീക്കം പൊളിഞ്ഞു. വി.സി. മോഹനൻ കുന്നുമ്മലുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫോണിൽ സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ അനുനയത്തിനില്ലെന്നാണ് വി.സിയുടെ കടുത്ത നിലപാട്. അതിനിടെ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തിയ മോഹനൻ കുന്നുമ്മലിനെ SFI പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു. ഹാൻസ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തിയ VC രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഫയലിംഗ് ആക്സസ് താൽക്കാലിക രജിസ്ട്രാർ മിനി കാപ്പന് നൽകി. ഭരണവിഭാഗം ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ചാണ് ഈ ആക്സസ് മിനി കാപ്പന് നൽകാൻ VC നിർദ്ദേശം നൽകിയത്. മുൻകൂർ അനുമതിയില്ലാതെ ഈ ചുമതല പിൻവലിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർവീസ് പ്രൊവൈഡർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനോടൊപ്പം തന്നെ സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ശമ്പളം തടയാനുള്ള നീക്കവും VCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ നൽകിയാൽ അതിന്റെ ബാധ്യത ഫൈനാൻസ് ഓഫീസർക്കാണെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ വിഷയത്തിൽ ഒരു സമവായ നീക്കമുണ്ടാകാനുള്ള നീക്കങ്ങൾ ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നേരിട്ട് വൈസ് ചാൻസലറെ ബന്ധപ്പെട്ടു. പ്രശ്നപരിഹാരത്തിനായി ഒരു അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പക്ഷേ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി അംഗീകരിക്കാതെ യാതൊരു വിധത്തിലുള്ള സമവായത്തിനും തയ്യാറല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VC. ഇതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സർവകലാശാല ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന് ഫയലുകൾ നൽകിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നടപടി എന്നുമൊക്കെ ഉത്തരവ് പ്രകാരം VC ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനുകൂടെ തന്നെ കഴിഞ്ഞ ദിവസം രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ സർവകലാശാല യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കാനുള്ള ഫയൽ VCക്ക് നൽകിയിരുന്നു. പക്ഷേ അത് നോക്കാതെ തിരിച്ചയക്കുന്ന നിലപാടാണ് VCയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് താൽക്കാലിക രജിസ്ട്രാറായിട്ടുള്ള മിനി കാപ്പൻ നൽകിയപ്പോഴാണ് ഈ ഫയൽ അംഗീകരിച്ചത്. എന്തായാലും കേരള സർവകലാശാലയിലെ പോര് ഓരോ ദിവസവും കടുക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.